Malayalam Zindabad, Malayalam Zindabad. ഹലോ ഗായ്സ്, വെൽക്കം ടു GJverse കസാക്കിസ്ഥാൻ വ്ളോഗിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം അല്ലേ, ഡേ 3 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങണം. ഞങ്ങളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. എല്ലാം വഴിയെ കാണിക്കാം. സോ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ കഴിഞ്ഞ പാർട്സിലൊക്കെ കണ്ട പോലെ തന്നെ ഇത്തവണയും ഞങ്ങൾക്ക് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മുടെ ഹോളിഡേ ഹോട്ടലിൽ നിന്ന്. സോ ഞങ്ങൾ അതിനായിട്ട് താഴേക്ക് ചെന്നു. സോ ഓണിയൻ റിങ്സ് മുതൽ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. സോ അതെല്ലാം ഞങ്ങൾ കഴിച്ചു നോക്കി. ചിക്കൻ വിങ്സും ഓണിയൻ റിങ്സും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായി. ഇനി നമ്മൾ നേരെ പോകുന്നത് റാഖത്ത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ആ ഫാക്ടറിയുടെ തന്നെ ഔട്ട്ലെറ്റിലേക്കാണ് ആദ്യം പോകുന്നത്. ഫാക്ടറിക്കകത്ത് കയറാൻ പറ്റിയെങ്കിലും അവിടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ല. സോ ഞങ്ങൾ എന്തായാലും ഔട്ട്ലെറ്റിൽ പോയതിൻ്റെ വീഡിയോസാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്ന വഴിയിൽ കുറച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ചിലരൊന്നും അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ ഷൂട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ്, റാഖത്ത് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് ഫാക്ടറി. സോ നമുക്ക് എന്തായാലും ഔട്ട്ലെറ്റിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇഷ്ടം പോലെ ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സിൻ്റെ ഒരു നിലവറ അല്ലെങ്കിൽ ഒരു കലവറ എന്ത് വേണോ നമുക്ക് വിളിക്കാം. അത്രയധികം ചോക്ലേറ്റ്സ് അവിടെ കാണാനായിട്ടുണ്ട്. ഗമ്മീസ്, ക്യാൻഡീസ്, പിന്നെ കുറേ ഗിഫ്റ്റ് ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഈ കാണുന്ന കസാക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ഡിസൈൻസിലൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്. പിന്നെ അല്ലാതെ ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള കൊച്ചു ചോക്ലേറ്റ്സും ക്യാൻഡികളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. ഓരോന്നിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ഷോപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ചോക്ലേറ്റ് ഫാക്ടറിക്കുള്ളിലെ കാഴ്ചകളെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാം മെഷീനിലാണ് നടക്കുന്നത്. മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റേ ഇല്ലാതെയാണ് ആ ചോക്ലേറ്റുകളെല്ലാം തന്നെ ഉണ്ടാക്കപ്പെടുന്നത്. സോ അതൊക്കെ കാണാനായിട്ട് പറ്റി. പക്ഷേ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ട് ഇറങ്ങി. നമ്മളിപ്പോൾ നേരെ പോകുന്ന അടുത്ത മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിൻ്റെ പേര് ഗ്രീൻ മാർക്കറ്റ് എന്നാണ്. ഇത് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. മെയിൻ മാർക്കറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. സാന്റാക്ലോസും ക്രിസ്മസ് ഡെക്കറേഷനും പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഗ്രീൻ മാർക്കറ്റിലേക്കുള്ള എൻട്രി. കയറുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോളുകളാണ്. കയറുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കയറിയത് ഒരു ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്റ്റോളാണ്. അവിടെ നിന്ന് കസാക്ക് സ്പെഷ്യൽ ഒരു ഹൽവ കഴിക്കാനായിട്ട് സാധിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. അയാൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ ഐറ്റവും ഇങ്ങനെ വാരി തരുന്നുണ്ടായിരുന്നു. മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ കേരള മലയാളം സിന്ദാബാദ്, പിണറായി വിജയൻ സിന്ദാബാദ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ക്യാൻവാസ് ചെയ്തെടുക്കാനായിട്ട്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ദെൻ ഇതേപോലെ ഒരുപാട് ഷോപ്സാണ്. പല തര ഐറ്റംസാണ്, പല വെറൈറ്റി. ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മുടെ തുണികളുടെ ആണെങ്കിൽ ഒരു സെക്ഷൻ മീറ്റിൻ്റെ ആയിരിക്കും, മറ്റൊരു സെക്ഷൻ ക്യാൻഡികളുടേതായിരിക്കും, അല്ലെങ്കിൽ ഷൂസ്, ബാഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. എല്ലാത്തിനും ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാം മേടിക്കാം. പക്ഷേ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് അവർ എല്ലാ ഐറ്റംസിനും കുറച്ച് വില കൂട്ടിയാണ് വിൽക്കുന്നത്. കുറേ നടന്ന് തളർന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചു. പ്യുവർ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് എന്തായാലും അത് കുടിച്ചു നോക്കാം. പോംഗ്രനേറ്റ് ജ്യൂസാണ് സംഭവം. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. കളർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മൊത്തം കുടിക്കുന്നുണ്ട്. കളർ കണ്ടപ്പോൾ കണ്ട ടെൻഷൻ എന്തായാലും കുടിച്ചു കഴിഞ്ഞപ്പോൾ മാറി. നല്ല ടേസ്റ്റുള്ള നല്ല പ്യുവർ പോംഗ്രനേറ്റ് ജ്യൂസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോംഗ്രനേറ്റിനെ പോലെയല്ല, കുറച്ചുകൂടെ മധുരം ഉള്ളതാണ്. ചിലപ്പോൾ അവർ മധുരം ആഡ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ഷോപ്പിംഗ് തുടർന്നു. അങ്ങനെ പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഒരു ഏരിയ കണ്ടു. പിന്നെ അല്ലാതെ കീ ചെയിന്, അല്ലാതെ പിന്നെ ബാഗുകൾ, പെട്ടികൾ, പിന്നെ അല്ലാതെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സോക്സ്, അതിൻ്റെയൊക്കെ കടകൾ ഞങ്ങളിങ്ങനെ കണ്ടു. പല സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. ഇനി മേലെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഞങ്ങൾ മേടിച്ചു. എന്തായാലും ക്രിസ്മസ് വൈബ് എൻജോയ് ചെയ്യാനാണല്ലോ വന്നത്. സോ അതിന് തക്ക ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് 1-2 ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഗ്രീൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമുക്ക് നല്ലതായിട്ട് വിശന്ന് കഴിഞ്ഞു. ദാഹം മാറ്റാനായിട്ട് ജ്യൂസ് കുടിച്ചു. നമുക്കിനി വിശപ്പ് മാറ്റാനായിട്ട് നമ്മൾ നേരെ ഡോണർ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഷവർമ പോലെ അവരുടെ നാട്ടിലെ ഐറ്റമാണ് ഡോണർ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ ഒരു ഡോണർ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും. നമ്മുടെ അവിടുത്തെ അത്രയും വിലയും ഇല്ല. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 200 രൂപയ്ക്കൊക്കെ ഇവിടെ നല്ല വലിയ ഒരു ഷവർമ പോലത്തെ ആ ഒരു ഡോണർ എന്ന് പറഞ്ഞ സാധനം കിട്ടും.
അതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ, അപ്പം തന്നെ നിങ്ങൾ ഞെട്ടും. ആദ്യം തന്നെ നമുക്ക് ചില്ലിയും പിന്നെ ഒരു പ്രത്യേകതരം മയണൈസ് അവർ തരുന്നുണ്ട്. നമുക്ക് അതിങ്ങനെ കഴിച്ച് എരിഞ്ഞ് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡോണർ കിട്ടും. ഇതിനൊരു സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈയുടെ അവിടെ മുതൽ നമ്മുടെ എൽബോ വരെ നീളുന്ന അത്ര വലിയൊരു സാധനമാണ് ഈ ഒരു ഡോണർ. ഒരു 200 താഴെ രൂപയെ ഇതിനാവുന്നുള്ളൂ. ബീഫ് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ട്രൈ ചെയ്തു, ചിക്കൻ്റെയും ട്രൈ ചെയ്തു. അത് തന്നെ മുഴുവൻ കഴിക്കാൻ പറ്റില്ല, സോ ബാക്കി പാക്ക് ചെയ്തെടുത്തു. സോ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് നേരെ പുറപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സെൻട്രൽ പാർക്കിലേക്കാണ്. ഇതെല്ലാം സിറ്റിക്കകത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ സമ്മർ ടൈമിലായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റ് വിസിറ്റ്. ബട്ട് സ്റ്റിൽ നമുക്ക് വിൻ്ററിൽ എങ്ങനെയുണ്ടെന്ന് എന്തായാലും കണ്ടു നോക്കാം. നമ്മൾ സെൻട്രൽ പാർക്കിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഫ്രീ എൻട്രിയാണ്, ടിക്കറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ വളരെ പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് പേര് ജോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന, പട്ടിയൊക്കെ നടത്താനായിട്ടൊക്കെ വരുന്ന ഒരു പാർക്കായിട്ട് ഫീൽ ചെയ്തു. സോ നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ല രസമുള്ള ഒരുപാട് ഈ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. കോഴി, പട്ടി, ഒട്ടകം, പോത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തോ സിംബോളിക്കായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ കണ്ട് കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിച്ച് അങ്ങനെ നടന്നു. ഈ സെൻട്രൽ പാർക്കിൻ്റെ പഴയ പേര് ബ്രീച്ച് ഗാർഡൻ എന്നായിരുന്നു. വെർണൻസ്കി ഓഫീസേഴ്സിന് ഒരു റിക്രിയേഷണൽ ഒരു ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ബോറടിയൊക്കെ ഒന്ന് മാറ്റാനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ പാർക്ക് പണ്ട് 1856. 1980 ആയപ്പോഴത്തേക്കാണ് ഇത് ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു സെൻട്രൽ പാർക്കായിട്ട് ഒരു നമുക്ക് സാധാരണക്കാർക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള ആ പാർക്കിൽ മനോഹരമായിട്ടുള്ള കുതിരകളുടെ പുറത്ത് ഒരു മനോഹരമായിട്ടുള്ള യാത്രയ്ക്കായിട്ട് ഞങ്ങൾ കയറി. കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചി കുതിരകളെയും പിടിച്ചുകൊണ്ട് ഞങ്ങളെയും കൊണ്ടുവന്ന് കറങ്ങാനായിട്ട് പോയി. കയറാനായിട്ട് ഇറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യാത്രയൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം ഒന്ന് അവർ പിടിച്ച് അവരുടെ കയ്യിൽ തന്നെയാണ് ആ കൺട്രോൾ. പക്ഷേ സ്റ്റിൽ നമുക്ക് നല്ലൊരു രസമാണ് കേട്ടോ ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുതിര പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുലുങ്ങി ചുറ്റുമുള്ള ലോകമൊക്കെ ഇങ്ങനെ നമ്മുടെ താഴെ ഒന്ന് കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അതൊരു രസമാണ്. അതിപ്പോൾ നമ്മൾ പതുക്കെയാണ് കുതിര പോകണമെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അവർക്ക് ആ ഒരു രീതിയിലേ കൊണ്ടുപോകുള്ളൂ. എനിവേസ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ശരിക്കും ഒരു അൽമാട്ടി സൂ എന്ന് പറഞ്ഞിട്ടൊരു സൂ ഉണ്ട്. പക്ഷേ വിൻ്റർ ടൈമിൽ ആ മൃഗങ്ങളെയെല്ലാം ഇൻഡോറിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് കാണാൻ പറ്റാത്ത. ബട്ട് സ്റ്റിൽ നിങ്ങൾ വരുന്നത് ഒരു സമ്മർ ടൈമോ അല്ലെങ്കിൽ ഒരു ഓട്ടം പീരീഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഇതൊരു ഇൻവേർട്ടഡ് ഹൗസാണ്, അതായത് തല തിരിഞ്ഞ വീട് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് വൈകുന്നേരം വേറൊരു സ്ഥലത്ത് നമ്മൾ കയറുന്നുണ്ട്. സോ നമുക്ക് അപ്പോൾ കാണാം. ഇത് അവിടുത്തെ പാർക്കിലെ ബാക്കി റൈഡുകളും കാര്യങ്ങളൊക്കെയാണ്. സമ്മറിൽ ഇത് നല്ല പച്ചയായിട്ടിരിക്കും, നല്ല ഗ്രീനറി ഓഫ് അൽമാട്ടി എന്നാണ് പറയപ്പെടുന്നത്. ഹലോ ഗൈസ്, സോ നമ്മളിപ്പോൾ സെൻട്രൽ പാർക്കിൽ വന്നേക്കുവാണ്. ഇവിടെ ആക്ച്വലി വിൻ്റർ ടൈം ആയതുകൊണ്ട് ഒരുപാട് റൈഡ്സും അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ചുമ്മാ പാർക്കിലേക്ക് നടന്ന് പിന്നെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ്, പിന്നെ അപ്പ് സൈഡ് ഡൗൺ ഹൗസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളൂ. ബാക്കി റൈഡ്സ് ഒക്കെ ഈ ഒരു ടൈം ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. യൂഷ്വലി സമ്മറിലാണ് ഇതൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ടാവും. സോ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് സെൻട്രൽ പാർക്ക് സമ്മറാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പാർക്ക്. പക്ഷേ ഇതിൽ കുറേ ഏരിയാസൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ ഒരു പാർക്കൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് ഇവിടുത്തെ അക്വ പാർക്കാണ്. പിന്നെ ഇവിടെയും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഇപ്പോൾ ഫുൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. അക്വാ പാർക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാ വെള്ളവും ഫ്രോസൺ ആയിപ്പോയി. ഇത് ആക്ച്വലി സമ്മർ ടൈമിൽ വന്നാൽ ഫുൾ ആക്റ്റീവ് ആയിരിക്കും, നിറച്ചും പിള്ളേരും ബഹളമൊക്കെ ആയിട്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് അധികം തിരക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പട്ടാളക്കാർക്ക് ഒരു റിക്രിയേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു പാർക്ക് ഇപ്പോൾ സോവിയറ്റ് എറയുടെ കാലത്തിന് ശേഷം ഇത്രയും വലിയൊരു പാർക്കായിട്ട് മാറുകയും അവിടുത്തെ ഇത്രയും വലിയൊരു ലേക്ക് പോലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുള്ളായിട്ട് ഫ്രോസൺ ആയി പോയിട്ടുണ്ട്. അതിനകത്ത് നടന്നു കഴിഞ്ഞാൽ തെന്നി അടിച്ച് വീഴും. അവിടെ ഇങ്ങനെ പ്രണയത്തിൻ്റെ സിംബോളിക്കായിട്ട് കുറേ പൂട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എനിവേസ് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫ്രോസൺ ആയിട്ടൊരു ലേക്കൊക്കെ കാണുക എന്ന് പറയുന്നത്. അത് ഇതൊരു ലേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോണ്ടാണ്. ചെറിയൊരു ലിമിറ്റഡ് സ്പേസിനകത്ത് വരുന്ന ഒരു പോണ്ടാണ്. ആ ഒരു പോണ്ട് ഫ്രോസൺ ആയി പോയപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമാണ്. കുറച്ചുകൂടെ ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഒരു ഫോൾ കുറവുള്ള സമയത്ത് അവിടെ ഐസ് സ്കേറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഐസ് സ്കേറ്റിംഗ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതെന്ന് പറയുന്ന ഒരു ഡിനോസർ പാർക്കാണ്. അവിടെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് മഞ്ഞ് കഴിക്കാനൊരാഗ്രഹം. കഴിച്ച് നോക്കുകയാണ്, ഇനി എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ദൈവത്തിനറിയാം. എന്തായാലും അവിടെ ഒരു മരത്തിൽ നിന്ന് നല്ല ഫ്രഷ് മഞ്ഞാണ് എടുത്ത് കഴിച്ചത്. അവിടെ അങ്ങനെ പിന്നെയും കുറച്ച് ഇൻസ്റ്റലേഷൻസ് ഒക്കെ കണ്ടു, ക്ലിപ്പ് പോലെയൊക്കെ ഓരോ രസമുള്ള സാധനങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ മഞ്ഞിൽ ഹാർട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരച്ച് കളിച്ചൊക്കെ ഇരുന്നിട്ട് മെല്ലെ നമ്മൾ സെൻട്രൽ പാർക്കിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സെൻട്രൽ പാർക്ക്. സോ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഒരു ടവർ ലക്ഷ്യം വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ അടുത്ത് കൊക്തോബേ ഹില്ലിൽ വന്നേക്കുവാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ മൊത്തം ഫോഗായിട്ടിരിക്കുവാണ്.
ഇവിടുന്ന് ഒരു വാൻ പോലെ എടുത്തിട്ടാണ് നമ്മൾ മുകളിൽ പോകുന്നത്. അതിനായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെല്ലെ ആ ഒരു കുറച്ച് ഹെയർ പിൻ കവുകളൊക്കെ ഉണ്ട്, അതൊക്കെ തിരിഞ്ഞ് നമ്മൾ മുകളിലേക്ക് എത്തി. ആ ഹില്ലിൻ്റെ പേരാണ് കൊക്തോബെ ഹിൽ. ആ ഒരു അൽമാട്ടി ഏരിയയിലെ തന്നെ ഏറ്റവും പൊക്കമുള്ളൊരു ഹില്ലാണ്. ഭയങ്കരമായി ഫോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് സിറ്റി വ്യൂ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നൈറ്റിലൊക്കെ അവിടെ ഭയങ്കര വൈബാണ്, മ്യൂസിക്കും അല്ലാത്ത പരിപാടികളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കൊക്തോബയിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ പാർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റൂമിൽ നിന്ന് നല്ല വ്യൂ ആണ് ഈ ഒരു കൊക്തോബെ ആ ഒരു ടവറിലേക്ക്. ആ ടവറിൽ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തായാലും ഇങ്ങനെ ജയൻറ്റ് വീലും പിന്നെ അല്ലാതെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളും മറ്റും ഉണ്ട്. എല്ലാത്തിലും കയറാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എസ്പെഷ്യലി നൈറ്റിൽ ഭയങ്കരമായി തിരക്കും ഭയങ്കര ലൈവും ആയിരിക്കും ഈ ഒരു സ്ഥലം. കൊക്തോബയിൽ പിന്നീടുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനിമൽസ്, എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസ് ഉള്ള ഒരു സൂ ഉണ്ട്. എൻട്രി ഫീസും കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ടേക്ക് കയറാനായിട്ടും മറ്റും. പിന്നെ അല്ലാതെ അവിടെ ഒരു കേബിൾ കാർ ഉണ്ട്. പിന്നെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റൈഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. എന്തായാലും പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ കൊക്തോബെ. ഇത്രയും ഫോഗ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിറ്റിയുടെ വ്യൂ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റൈഡ്. മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകും. തുടങ്ങുമ്പോൾ ഭയങ്കര സ്ലോ ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതങ്ങോട്ട് പവറായിട്ട് അങ്ങനെ അടിപൊളി ഒരു റൈഡാണ്. പക്ഷേ അത് കയറാനായിട്ട് അത്രയും തന്നെ ക്യൂ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് കാർണിവൽസിലും മറ്റും കാണാറുള്ള പല തരത്തിലുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറേ ഇതേപോലത്തെ ഇൻസ്റ്റലേഷൻസ്, കുറച്ച് പ്രതിമകളൊക്കെ നല്ല രസമുള്ള പ്രതിമകളാണ്. വലിയൊരു കാളക്കൂറ്റൻ്റെ ബാഹുബലിയിലെ കാളയൊക്കെ പോലെ അതുപോലത്തെ ഒരു പോത്തുംകുട്ടിയുടെയൊക്കെ ഒരു പ്രതിമയുണ്ട്. പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന പ്രതിമയൊക്കെ ഉണ്ട്. സോ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കാം. അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ കുറച്ച് ചങ്ങാതിമാർ ഫുട്ബോൾ പാസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അവരുടെ അടുത്ത് നിൽക്കുമായിരുന്നു. ഒരാൾ അയാൾക്ക് ആരടുത്തോ സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് പാസ് ചെയ്തു. ഞാൻ നമ്മുടെ പഴയ ഫുട്ബോൾ സ്കിൽസൊക്കെ എടുത്തിട്ട് തിരിച്ചൊരു പാസ് കൊടുത്തു. ദൈവം സഹായിച്ച് കറക്റ്റായിട്ട് അത് പോയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അപ്സൈഡ് ഡൗൺ ഹൗസ് ഉണ്ടല്ലോ, ആ ഒരു ഹൗസ് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് മെല്ലെ അതിനകത്തേക്ക് കയറാം. അതിന് മുമ്പ് തന്നെ കാലിൽ അവർ പറയുന്ന രീതിയിലുള്ള ഒരു കവറുണ്ട്. നമ്മുടെ ഷൂസിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ കവർ ഇട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് കയറാൻ. ഇല്ലെങ്കിൽ അവിടെ അതിൻ്റെ അകത്ത് മൊത്തം അലമ്പാവുന്നുള്ളതുകൊണ്ട് നമ്മുടെ അയാളുടെ നിന്ന് ആ കവർ മേടിച്ചു. അവിടെ സൈഡിൽ ഇരുന്ന് തന്നെ ഇടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങളതൊക്കെ ഇട്ട് സെറ്റായിട്ട് നേരെ നമ്മുടെ അപ്സൈഡ് ഡൗൺ ഹൗസിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പ്രഥമ ദൃഷ്ടിയിൽ എല്ലാം നോർമലാണെന്ന് തോന്നുമെങ്കിലും എല്ലാം തല തിരിഞ്ഞാണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ വിഷ്വൽസും കുറച്ച് തല തിരിഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ വളരെ വേഗതയിൽ കാണിച്ചു പോകുന്ന ഈ മെഡലുകളും എല്ലാ സാധനങ്ങളും തല തിരിഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. സോ നമുക്കും ഇനി ഒന്ന് തല തിരിഞ്ഞ് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്കത് ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കൂ. നമുക്ക് മറ്റേ പഴയ ആലിപ്പഴം പെറുക്കാം സിനിമയിലെ പോലെ ഒന്ന് തല തിരിഞ്ഞാലോ. ലെറ്റ്സ് ഗോ. ആ വീട്ടിൽ ഓരോ സാധനങ്ങളും എങ്ങനെയാണ് അവരിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. എല്ലാം തല തിരിഞ്ഞിട്ടാണ്. ആ ഒരു വിഷ്വൽ ട്രീറ്റാണ് ശരിക്കും കാണുന്നത്. കുറച്ച് ടിക്കറ്റ് എമൗണ്ട് ഉണ്ട് എൻട്രിക്ക്, ബട്ട് സ്റ്റിൽ അത് വേർത്താണ്. നമ്മൾ മേളിൽ നിന്ന് ആ ഒരു വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ അന്തം വിട്ടു. ഇങ്ങനെയൊക്കെ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നു. ഈവൻ കേക്കോ അല്ലെങ്കിൽ ചെസ് ബോർഡിലെ കരുക്കളോ ബുക്കുകളോ അവിടെ ഇരിക്കുന്ന മാപ്പോ കണ്ണാടിയോ എന്ത് സാധനവും ആ വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും തല തിരിഞ്ഞാണിരിക്കുന്നത്. പുറമേ നിന്ന് നമ്മൾ ആ വീട് ആദ്യം കാണിച്ചു തന്നല്ലോ, അപ്പോഴേ വീടേ തല തിരിഞ്ഞാണിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള സാധനങ്ങളും തല തിരിഞ്ഞാണിരിക്കുന്നത്. നമുക്കെന്തായാലും നമ്മളിതിപ്പോൾ നേരെ എന്നുള്ള വീഡിയോനെ തലകുത്തിനെ ആക്കിയതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ നോക്കി എന്തോരം റിയലിസ്റ്റിക് ആയിട്ടാണ്. ഞങ്ങൾ ശരിക്കും ആ മേളിലത്തെ വോളിൽ കൂടെ നടക്കുന്ന ഒരു എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. സോ അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറച്ച് ടിക്കറ്റ് എമൗണ്ട് ഉണ്ടെങ്കിലും നമ്മളത് സ്പെൻഡ് ചെയ്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് വേർത്തിട്ടാണ്. കൊക്തോബെ എന്ന് പറഞ്ഞ ഒരു ഹില്ലിൽ നമ്മൾ വിചാരിക്കും ഒരു ടവറോ അല്ലെങ്കിൽ കുറച്ച് റൈഡ്സോ കൊണ്ട് തീരുന്നതാണ്. പക്ഷേ അല്ല, ഇത്തരം വണ്ടർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ തന്നെ എന്താ പറയുക ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഒരു തലകുത്തനെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നൊക്കെ? എന്തായാലും ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ ഒരു ഇൻവേർട്ടഡ് ഹൗസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്സൈഡ് ഡൗൺ ഹൗസിന് ബൈ. ഇത് നേരെ കണ്ടല്ലോ മാൻകുട്ടികളെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് വൈബിനിടയിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഈ ഒരു ടവർ എന്ന് പറയുന്നത് 372 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്രയും ഹൈറ്റുള്ളൊരു ടവറാണ്. ബട്ട് നമ്മുടെ ഈ ഒരു തിക്ക് ഫോഗും കാര്യങ്ങളും ഉള്ള സമയത്ത് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ ഇട്ടാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും അത് ഉണ്ടാവണമെന്നില്ല. അവിടെ ഇപ്പോൾ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡിൻ്റെ
മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ പ്രതിമകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ VR സോണുണ്ട്. VR സോണിനകത്ത് നമുക്ക് കയറിയിട്ട് മറ്റേ ഒരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അവിടെ ഒരു സ്നോമാനെ പോയി മുത്ത് ചെറുതായിട്ടും ടച്ച് ചെയ്തൊക്കെ നോക്കി. എനിക്കും ഒരെണ്ണം ഉണ്ടാക്കണം എന്നൊക്കെ മുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാൻ എന്തായാലും പറ്റുമെന്ന്. പിന്നെ കുട്ടികൾക്കായിട്ട് മഡഗാസ്കറിൻ്റെയൊക്കെ റൈഡുകൾ, അതങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. പിന്നെ ഇല്യൂഷൻസ്, പിന്നെ മൗണ്ടൻ ക്ലൈംബിംഗ് പോലെ, റോക്ക് ക്ലൈംബിംഗ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ആ റോപ്പൊക്കെ കെട്ടി ആ ഒരു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് വലിഞ്ഞ് കയറാനായിട്ടൊക്കെ പറ്റും. പിന്നീട് ആ ഒരു ഇല്യൂഷൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. അതിൻ്റെ അകത്ത് പിന്നെ ഈ മറ്റേ കണ്ണാടികളിൽ ഒരുപാടുണ്ടായിട്ട് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ ആണോ നമ്മളാണോ എന്ന് പോലും മനസ്സിലാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ. പൈരേറ്റ് ഷിപ്പ്, പിന്നെ ഡാഷിങ് കാർസ്, അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട്. പിന്നെ അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. അതിനകത്ത് തന്നെ ഈ കൊക്തോബെ ഹോൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കഫേയാണ്. അവിടെയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെറിയ ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു. ഏകദേശം ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട്. കുറച്ച് കസാക്കിസ്ഥാൻ ടെങ്കയൊക്കെ കൈ കരുതിക്കൊള്ളുക. കാരണം അത്രയും സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ടുണ്ട്. ഭയങ്കര ഫോഗ് ആയതുകൊണ്ടും പിന്നെ എന്തോ ഒരു കാരണം കൊണ്ടും അവർ ആ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കൊക്തോബെ ടവറിൽ. ബാക്കി ചുറ്റുപാടിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ അതൊക്കെ കണ്ട് അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂവിലാണ് ഈ ആക്ച്വൽ കൊക്തോബെ ടവർ ഇരിക്കുന്നത്. നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ നല്ല വിസിബിൾ ആയിരുന്നു തലേ ദിവസമൊക്കെ. ബട്ട് ഇപ്പോൾ അത്രയ്ക്ക് വിസിബിൾ അല്ല. മേ ബി ലൈറ്റ്സ് ഇടാത്തതുകൊണ്ടായിരിക്കാം. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ടവറിൻ്റെ ടോപ്പ് ഇവിടെയാണ് വരുന്നത്. പിന്നെ നല്ല ഫോഗൊക്കെയാണ്. ഇന്ന് അവർ ലൈറ്റ് ആക്ച്വലി ഇട്ടിട്ടില്ല. ഇവിടുന്ന് ഇപ്പോൾ വിസിബിൾ അല്ല. ആക്ച്വലി അവിടെ ഒരു ബാക്കിൽ ഒരു ടവർ ആയിട്ടുണ്ട്, ചെറിയൊരു ടവർ. നമ്മൾ നല്ല റൂമിൽ നിന്ന് കാണിച്ചില്ലേ, നമ്മുടെ സ്റ്റേയിൽ ആക്ച്വലി അത് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഉള്ള സംഭവം. ടവർ കാണാൻ പറ്റാത്ത വിഷമം എന്തായാലും സ്നോ മാനെ ഉണ്ടാക്കി തീർക്കാമെന്ന് മുത്ത് പറഞ്ഞു. സോ നമ്മൾ സ്നോ മാനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഞാൻ ജസ്റ്റ് കണ്ടു നിന്നതേ ഉള്ളൂ, വീഡിയോ എടുത്ത് ഭംഗിയാക്കി കൊടുത്തതേ ഉള്ളൂ. പരിപാടിയൊക്കെ സെറ്റ് ചെയ്തത് മുത്ത് തന്നെയാണ്. ഇത് സ്നോ മാൻ ആണോ, സ്നോ മോൺസ്റ്റർ ആണോ, സ്നോ വുമൺ ആണോ എന്താണെന്ന് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. ഞങ്ങൾക്ക് എന്തായാലും രസമുള്ളൊരു ക്രിയേഷനായിരുന്നു. സോ എന്തായാലും കൊക്തോബെ ഹില്ലിൽ കുറച്ച് മഞ്ഞൊക്കെ വാരി കളിച്ചു, കുറച്ച് മഞ്ഞൊക്കെ എറിഞ്ഞ് കളിച്ചു. അവസാനം രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി മെല്ലെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. വഴിയിൽ നിന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്താറായി. ചെന്നിട്ട് ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. നമ്മുടെ സൈറ്റ് സീയിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കൈ നിറയെ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ ദൂരെയായിട്ട് കൊക്തോബയിൽ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. സോ നമ്മളതൊക്കെ ഒന്ന് കണ്ടിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇനി പരിപാടികൾ തുടങ്ങാം. മോർണിംഗ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് 4th ഡേ ആണ്. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ലോണം സമയം എടുത്ത് ആസ്വദിച്ച് കഴിക്കണം അല്ലേ? ഇന്ന് ഇത്രയും ദിവസം നമ്മൾ യാത്ര ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഹറിയിലൊക്കെയാണ് കഴിച്ചത്. ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിച്ച് സമയം എടുത്ത് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ നടക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി എല്ലാം പാക്ഡ് ആണ്. ഇനി ജസ്റ്റ് എന്തെങ്കിലും ഷോപ്പ് ചെയ്യുമ്പോൾ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങും. സോ നമുക്ക് ഭരണ വഴി ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം അല്ലേ? അതെ, നമുക്കിപ്പോൾ ഇന്ന് 12 മണിക്കാണ് ചെക്കൗട്ട്. സോ അതിനു മുമ്പ് എല്ലാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇനി ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ എടുത്തു. ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തു. നല്ല ഫ്രഷ് പ്യുവർ സ്ട്രോബെറിയെ നല്ല ഷുഗർ സിറപ്പിലിട്ട ഐറ്റമൊക്കെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ വിങ്സ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റും ടെൻഡറുമായിട്ടുള്ള ചിക്കൻ വിങ്സാണ്. അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് മെല്ലെ ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ കുറച്ച് നേരം ബോറടിച്ചിരിക്കണ്ടല്ലോ. സോ നമ്മൾ എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ട് മാപ്പിൽ. സോ നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഈ ഒരു രാജ്യത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ മനസ്സിൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു സ്ഥലത്തെ ക്ലീൻലിനെസ്, പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം, അവിടുത്തെ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതി. ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡും വെൽ നീറ്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ പോലും ഒരു ഐറ്റത്തിൽ പോലും നമുക്കൊരു വൃത്തികെട്ട ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു മെഴുക് പുരട്ടിയ പോലത്തെ ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം വെൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻഡ് ആണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യത്തിന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഒരുപാട് ഐറ്റംസ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതും പിന്നെ അവിടെ വെച്ച് കുടിക്കാനും കഴിക്കാനും എയർപോർട്ടിൽ നിന്ന് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. കൈ നിറയെ സാധനങ്ങളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സാധനങ്ങൾ മേടിച്ചു കംപ്ലീറ്റ്. അവിടെ നിന്ന് വളരെ വെറൈറ്റി ആയിട്ട് ഒരു ലെമൺ സ്ട്രോബെറി ഫ്ലേവറിലൊരു ഐസ്ക്രീം കണ്ടു. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ശരി. ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കൂടെ വാങ്ങിച്ചു, കുടിച്ചു നോക്കാം. നല്ല പൾപ്പുണ്ട്.
അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തു. സോ അതുകൊണ്ട് വിഷമം ഉണ്ടായിരുന്നു. ബൈ പറഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ ഒരാളുടെ മുഖമൊക്കെ വല്ലാതെ ഒന്ന് വാടിപ്പോയി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വിഷമത്തോടെ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്തായാലും പോകുന്ന പോക്കിൽ ഇന്നലെ കാണാൻ പറ്റാതിരുന്ന ആ ഒരു കൊക്തോബെ ടവർ നിങ്ങൾക്ക് ഇപ്പോൾ അതാ കാണിച്ചു തരാം. ഇതാണ് കൊക്തോബെ ടവർ. നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കര ഒരു വലിയ സ്ഥാനം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇനി പറയും, കാരണം ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു രാജ്യമാണ് നമ്മുടെ ഈ ഒരു കസാക്കിസ്ഥാൻ. മനസ്സിൽ അത്രയേറെ ഒരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി, വളരെ നല്ല മനസ്സുള്ള ആൾക്കാർ, വളരെ വൃത്തിയുള്ളൊരു രാജ്യം, വളരെ മര്യാദയോടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, വളരെ മര്യാദയോടെ പെരുമാറുന്ന ആൾക്കാർ, എല്ലാം കൊണ്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ഒരുപാട് ഡിഫറെൻറ്റ് ടെറൈൻസ് ആണ്. കസാക്കിസ്ഥാൻ്റെ തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മിസ് ഔട്ട് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല, എല്ലാം കണ്ടു. ഇനി കസാക്കിസ്ഥാനോട് ബൈ ആണ്. നമ്മൾ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിൽ വിഷമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഫീലിങ്സ് ഉണ്ട്. വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പോകേണ്ടി വരുന്നതിനുള്ള വിഷമം. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇടയ്ക്ക് നമ്മുടെ ഫ്ലൈറ്റ് നമുക്കൊരു സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു, അതായത് അബുദാബിയിൽ നിന്ന് ഇനി അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും അബുദാബിയിൽ നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് കഴിക്കണം. വലിയ എയർപോർട്ടാണ് കേട്ടോ, ഇഷ്ടംപോലെ ഏരിയയും ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്സും കാര്യങ്ങളും. കുറച്ച് കോസ്റ്റ്ലിയാണ്. സാധാരണ ഒരു നോർമൽ പ്രൈസിലൊന്നും ഇവിടെ ഒരു ഭക്ഷണവും വാങ്ങിച്ച് കഴിക്കാനായിട്ട് സാധിക്കില്ല. എനിക്കറിയില്ല ബാക്കി രാജ്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത്. ഷാർജയിൽ നമുക്ക് നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ എന്തായാലും അത് പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. സോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടെക്സ്മെക്സ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൈസ് മേടിച്ചു. പിന്നെ നമ്മുടെ കയ്യിലും കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇനി അവിടെ നമ്മൾ നേരെ തിരിച്ച് പ്ലെയിനിൽ കയറുകയാണ്. നമ്മുടെ ബാക്ക് ടു നമ്മുടെ കൊച്ചി, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഫ്ലൈറ്റ് കയറി നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഒരുപാട് നല്ല മെമ്മറീസും മൊമെൻറ്റ്സും എല്ലാം തന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു കസാക്കിസ്ഥാൻ. ഇനി ഒരിക്കൽ കൂടെ പോകാൻ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ പോവും, കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ രാജ്യം. നമ്മൾ തിരിച്ച് വീടെത്തി. കസാക്കിസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. രാവിലെ എത്ര മണിയായി? 5 മണി കഴിഞ്ഞല്ലേ? നല്ല ക്ഷീണമുണ്ട്, പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ്? അടിപൊളി ട്രിപ്പായിരുന്നു. ശരിക്കും സത്യം. എല്ലാ ജോലിയും തിരക്കും എല്ലാം മാറ്റി വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത 4 ദിവസമായിരുന്നു. സോ നിങ്ങളും ആ 4 ദിവസം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സോ ഇനിയും നമുക്ക് ഇതുപോലത്തെ ട്രിപ്പൊക്കെ പോവാം. സോ അതുവരേക്കും നിങ്ങൾ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. GJVers സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഞെക്കി പൊട്ടിക്കുക, ഹൈപ്പ് ചെയ്യുക. നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ബൈ. പണ്ടാരോ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ travel a lot, but once in a while travel back to your roots. Bye bye.